ഓക്കെ, അപ്പോൾ നമുക്ക് നെക്സ്റ്റ് വീക്കിലെ അനാലിസിസ് നോക്കാം. നെക്സ്റ്റ് വീക്ക് ഞാൻ കഴിഞ്ഞ വീക്ക് പറഞ്ഞ അനാലിസിസിൻ്റെ കണ്ടിന്യൂഷനാണ്. കാരണം ഓഗസ്റ്റ് ഫസ്റ്റ് വീക്ക് നമുക്ക് വലിയ മൂവ്മെൻറ്റ്സോ കാര്യങ്ങളൊന്നും കിട്ടിയിട്ടില്ല. പക്ഷേ കഴിഞ്ഞ അനാലിസിസ് കണ്ടിട്ടുണ്ടെങ്കിൽ യൂറോയിൽ 2 ട്രേഡ്സ് നമുക്ക് മീൻസ് എനിക്ക് കിട്ടിയിട്ടുണ്ട്. കണ്ട ആൾക്കാരാണെങ്കിൽ അവർക്കും കിട്ടാൻ ചാൻസ് ഉണ്ട്. വലിയ കോംപ്ലിക്കേറ്റഡ് അല്ലാത്ത ട്രേഡ്സ് ആയിരുന്നു രണ്ടും. ഓക്കെ, നമുക്ക് ഈ വീക്ക് നെക്സ്റ്റ് വീക്ക് എന്തൊക്കെയാണ് നടക്കുക നോക്കാം. ഓക്കെ, DXYയിൽ ഞാൻ മാർക്ക് ചെയ്തിരുന്ന ഏരിയ ഈ ഒരു ഡെയിലി ഓർഡർ ബ്ലോക്ക് ആയിരുന്നു. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ സെറ്റപ്പ് എടുത്ത് നോക്കുന്ന സമയത്ത് മാർക്കറ്റ് 50% ഏരിയ എത്തിയിട്ടേ ഉള്ളായിരുന്നു കഴിഞ്ഞ വീക്ക്. അപ്പം ഈ ഒരു ഏരിയയിലേക്ക് മാർക്കറ്റ് എന്തായാലും വരണമെന്നുണ്ട്. ഒന്നെങ്കിൽ ഈ ഒരു ഓർഡർ ബ്ലോക്കിലേക്ക് മാർക്കറ്റ് വന്നിട്ട് നമുക്ക് അപ്വേർഡ് മൊമെൻറ്റം തരണം DXY, അല്ലെങ്കിൽ ഈ ഒരു ഏരിയൻ്റെ അടിയിലുള്ള ലിക്വിഡിറ്റി കളക്ട് ചെയ്തിട്ട് വേണം മാർക്കറ്റ് പോകാൻ. അപ്പോൾ നെക്സ്റ്റ് വീക്ക് ഞാൻ എൻ്റെ ട്രേഡ്സ് നോക്കുകയാണെങ്കിൽ ആ ഒരു രീതിക്കായിരിക്കും നോക്കുക. ഈ ഒരു ചെറിയ ഷോർട്ടായിരിക്കും ഞാൻ DXYയിൽ നോക്കുന്നത്. ഓക്കെ, അപ്പം നമ്മൾ യൂറോ USD ഞാൻ മെയിൻലി യൂറോ USD ആണ് ട്രേഡ് എടുക്കുക. അപ്പോൾ നമുക്ക് യൂറോ USDൻ്റെ ചാർട്ട് നോക്കാം. ഓക്കെ, യൂറോ USDയിൽ ഞാൻ പറഞ്ഞ ഡെയിലി ഏരിയ ഈ ഒരു ഏരിയ ചാൻസ് ഉണ്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇവിടുന്ന് റിവേഴ്സൽ വരാനും ചാൻസ് ഉണ്ട്. പിന്നെ ഈ ഒരു ഹൈയിലെ ലിക്വിഡിറ്റി എടുത്തിട്ട് മാർക്കറ്റ് വരാനും ചാൻസ് ഉണ്ട്. അപ്പോൾ രണ്ടും നോക്കണം. ഓക്കെ, അപ്പോൾ നമുക്ക് ലോ ടൈം ഫ്രെയിമിലേക്ക് ഒന്ന് പോയി നോക്കാം. ഓക്കെ, 4 അവർ എടുത്ത് നോക്കുന്ന സമയത്ത് മാർക്കറ്റ് നമ്മളെ ഈ ഒരു ഏരിയയിൽ എത്തിയിട്ട് ഒരു മൊമെൻറ്റം താഴോട്ട് തരുന്നുണ്ട്. പക്ഷെ നെക്സ്റ്റ് വീക്ക് ഞാൻ പ്രതീക്ഷിക്കുന്നത് ഈ ഒരു മൊമെൻറ്റം കണ്ടിന്യൂ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. പെട്ടെന്ന് താഴോട്ട് ഒരു എൻട്രി അല്ല, താഴോട്ട് മാർക്കറ്റ് വരുമെന്ന് എനിക്ക് പേഴ്സണലി എനിക്ക് തോന്നുന്നില്ല. നമുക്ക് എങ്ങനെ പ്ലേ ഔട്ട് ആവുന്നത് നോക്കാം. ഓക്കെ, പ്രത്യേകിച്ച് ഞാൻ പറഞ്ഞില്ല, പ്രത്യേകിച്ച് ഈ വീക്കൊന്നും പറയാനില്ല. കഴിഞ്ഞ വീക്ക് പറഞ്ഞത് തന്നെയേ ഉള്ളൂ. ആ ഒരു വീക്കിൻ്റെ കണ്ടിന്യൂഷനായിട്ടാണ് ഈ വീക്ക് പോകുന്നത്. പിന്നെ ഈ വീക്കൊക്കെ ന്യൂസ് വീക്കാണ്. ഓക്കെ, ഞാൻ ഇതന്നെ പ്രതീക്ഷിക്കുക. ഒരു മേപ്പോട്ടേക്ക് തന്നെയാണ് ഈ പ്രതീക്ഷിക്കുന്നത്. പ്രത്യേകിച്ച് ഏരിയാസ് ഒന്നുമില്ല. ഏത് ഏരിയ എന്നാണ് മേലോട്ടേക്ക് ഞാൻ പ്രതീക്ഷിക്കുന്നത് പറയാൻ വേണ്ടിയുള്ള ഏരിയാസോ കാര്യങ്ങളൊന്നുമില്ല. അതാണ് ഞാൻ പ്രത്യേകിച്ചൊന്നും മാർക്ക് ചെയ്യാത്തത്. നമുക്ക് നെക്സ്റ്റ് വീക്ക് മൺഡേ ആയിട്ട് അല്ല, ഒരു ട്യൂസ്ഡേ ഒക്കെ ആകുമ്പോഴത്തേക്ക് നമുക്ക് കൃത്യമായിട്ട് പറയാൻ പറ്റുള്ളൂ ഏതൊരു ഏരിയയിലേക്കാണ് മാർക്കറ്റ് മൂവ് ചെയ്യാന്ന്. ഓക്കെ, ഇത് GBPൻ്റെ ചാർട്ടാണ്. GBP ഞാൻ കഴിഞ്ഞ വീക്കേ പറഞ്ഞിട്ടുണ്ടായിരുന്നു GBPൻ്റെ ചാർട്ട് ഭയങ്കര സൈഡ് വേസ് ആണെന്ന്. ഡെയിലി ചാർട്ട് എടുത്ത് നോക്കുമ്പം ഈ ഒരു റേഞ്ചിങ് മാർക്കറ്റാണ്. അപ്പം നമുക്ക് ഈ ഒരു റേഞ്ചിൽ പ്രത്യേകിച്ച് ട്രേഡ്സ് എടുക്കാതിരിക്കാനേ ഞാൻ പറയുള്ളൂ. ഓക്കെ, അപ്പോൾ നെക്സ്റ്റ് വീക്ക് നമുക്ക് ലോങ് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. കാരണം ഞാൻ DXYയിൽ ഷോർട്ടാണ് വ്യൂ ഉള്ളത്. അപ്പം ട്രേഡ്സ് എടുക്കുകയാണെങ്കിൽ ലോങ് ട്രേഡ്സ് എടുക്കുക GBPയിലും യൂറോയിലും. ഇപ്പോൾ GBPയിൽ ഞാൻ ഏരിയ നോക്കുകയാണെങ്കിൽ ഈ ഒരു 4 അവർ ഓർഡർ ബ്ലോക്ക് ഉണ്ട്. മാർക്കറ്റ് വേണമെങ്കിൽ ഈ ഒരു ഏരിയയിലേക്ക് വന്നിട്ട് ഈ ഒരു ഹൈ എന്തായാലും നെക്സ്റ്റ് വീക്ക് എടുക്കാൻ ചാൻസ് ഉണ്ട്. നോക്കുക എങ്ങനെയാണ് മാർക്കറ്റ് പ്ലേ ഔട്ട് ആകുകയെന്ന്. ഓക്കെ, അപ്പോൾ നെക്സ്റ്റ് നാസ്ഡാക്ക് പറയാം. ഓക്കെ, നാസ്ഡാക്ക് നമുക്ക് നല്ലൊരു ബുള്ളിഷ് മൂവ്മെൻറ്റ് വന്നിട്ടുണ്ട് കഴിഞ്ഞ വീക്കൊക്കെ ആയിട്ട്. അപ്പോൾ ആ ഒരു ബുള്ളിഷ് മൂവ്മെൻറ്റ് കണ്ടിന്യൂ ചെയ്യാൻ തന്നെ വേണം. ഈ ഒരു റേഞ്ച് ആയിരിക്കും ഞാൻ നെക്സ്റ്റ് വീക്ക് ടാർഗറ്റ് ചെയ്യുന്നത്. ഏരിയാസിൽ മാർക്കറ്റ് ചെറുതായിട്ട് ഒരു റിട്രേസ്മെൻറ്റ് ഞാൻ പ്രതീക്ഷിക്കുന്നുണ്ട്, ജസ്റ്റ് ഒന്ന് താഴോട്ട്. നമുക്ക് ഫസ്റ്റ് കഴിഞ്ഞ വീക്ക് മാർക്കറ്റ് ഈ ഒരു റെസിസ്റ്റൻസ് ഏരിയയിലേക്കാണ് മാർക്കറ്റ് വന്നിട്ടുണ്ടായിരുന്നത്. അവിടുന്ന് ഇപ്പോൾ നല്ലൊരു മൊമെൻറ്റം മേലോട്ട് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നെക്സ്റ്റ് വീക്ക് നമുക്ക് 4 അവറിൽ നോക്കുകയാണെങ്കിൽ ഈ ഒരു ഏരിയ നോക്കാം. പക്ഷേ ഞാൻ നോക്കാം, നമുക്ക് 4 അവറിൽ ഈ ഒരു ഏരിയ ഉള്ളത്. ലോ ടൈം ഫ്രെയിം എടുത്ത് നോക്കി വേറെ ഏതെങ്കിലും ഏരിയാസ് ഉണ്ടോ എന്ന് നോക്കാം. ഓക്കെ, പിന്നെ ഉള്ളത് ഈ ഒരു റെസിസ്റ്റൻസ് ഏരിയയാണ്. ഈ ഒരു ഏരിയയാണ്.
ഒരു ഏരിയ ആണ് പിന്നുള്ളത്. ഓക്കെ, ഞാൻ ലോങ് പൊസിഷൻ നോക്കുകയാണെങ്കിൽ ഈ 2 ഏരിയയിൽ നിന്നാണ് ഞാൻ എൻട്രീസ് പ്രതീക്ഷിക്കുന്നത്. ചിലപ്പോൾ മാർക്കറ്റ് ഓപ്പൺ ചെയ്തിട്ട് ആ ഒരു മൊമെൻ്റ് തന്നെ കണ്ടിന്യൂ ചെയ്ത് പോകാനും മതി. അപ്പോൾ നിങ്ങളായ സ്ട്രാറ്റജി വെച്ചിട്ട് ട്രേഡ്സ് എക്സിക്യൂട്ട് ചെയ്യാം. ഓക്കെ, ഞാൻ നെക്സ്റ്റ് വീക്ക് പ്രതീക്ഷിക്കുക ഈ ഒരു ഏരിയയിലേക്ക് മാർക്കറ്റ് വന്നതിന് ശേഷം ലോങ് ആണ്. എന്തായാലും ബുള്ളിഷ് മൊമെൻ്റ് ആണ് ഞാൻ പ്രതീക്ഷിക്കുന്നത് നാസ്ഡാക്കിൽ. ഇനി ഗോൾഡ്. ഓക്കെ, ഗോൾഡ് വല്ലാത്തൊരു കളിയാണ് കളിച്ചുകൊണ്ടിരിക്കുന്നത്. നെക്സ്റ്റ് വീക്ക് മിക്കവാറും ഇപ്പോൾ ഈ ഒരു ഹൈ എടുത്തിട്ടില്ല. അപ്പോൾ നെക്സ്റ്റ് വീക്ക് എന്തായാലും ഈ ഒരു ഹൈ എടുക്കാനുള്ള ചാൻസ് ഉണ്ട്. അപ്പം ഈ ഹൈ വരെയാണ് ഞാൻ ഗോൾഡ് ട്രേഡ് എടുക്കുന്നുണ്ടെങ്കിൽ ടാർഗറ്റ് ചെയ്യുള്ളൂ, അല്ലാണ്ട് കൺഫർമേഷൻ ഇല്ല. അപ്പോൾ എങ്ങോട്ട് വേണമെങ്കിലും പോവാം. ഓക്കെ, ലോ ടൈം ഫ്രെയിം നോക്കുന്ന സമയത്ത് ചെറിയൊരു റിട്രേസ്മെൻറ്റ് തന്ന് പോവുകയാണെങ്കിൽ സുഖമായിരുന്നു, ട്രേഡ്സ് കിട്ടുമായിരുന്നു. ഈ ഒരു FEG ആയിരിക്കും ഞാൻ ലോങ് ട്രേഡ്സ് നോക്കാൻ വേണ്ടിയിട്ട് നോക്കുന്നൊരു ഏരിയ 4 hourൽ. ഇനി 1 hour നോക്കുന്ന സമയത്ത് ഈ ഒരു ഏരിയ തന്നെയുള്ളൂ. മാർക്കറ്റ് നെക്സ്റ്റ് വീക്ക് ഈ ഒരു റേഞ്ചിലേക്ക് വന്നതിന് ശേഷം മേലോട്ടൊരു എൻട്രിയാണ് ഓക്കെ ഞാൻ പ്ലാൻ ചെയ്യുന്നത്. മാർക്കറ്റ് എങ്ങനെയാണെന്ന് നോക്കാം. തിങ്കൾ ചൊവ്വ ദിവസം എന്തായാലും ഏറെക്കുറെ തീരുമാനമാകും, മാർക്കറ്റിൻ്റെ ട്രെൻഡ് എങ്ങോട്ടാണെന്ന് മനസ്സിലാവും. അതിന് ശേഷമായിരിക്കും ഞാൻ ട്രേഡ്സ് എക്സിക്യൂട്ട് ചെയ്യുന്നത്. അപ്പം ഓക്കെ, ഈ ആഴ്ചത്തെ വീഡിയോ ഭയങ്കര ചെറുതാണ്, കാരണം പ്രത്യേകിച്ചൊന്നും പറയാനില്ല. കഴിഞ്ഞ ആഴ്ചേൻ്റെ കണ്ടിന്യൂഷൻ തന്നെയാണ്. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് വീക്ക് നോക്കാം. എല്ലാവർക്കും നല്ലൊരു ട്രേഡിംഗ് വീക്ക് ആവട്ടെ.